മുസ്ലിം അവിടെ ഒരു മനുഷ്യൻ പൂർണ്ണമായും അവന്റെ ഇഷ്ടത്തെക്കാൾ മുകളിൽ അള്ളാഹുവിന്റെ കമാൻഡ് വെക്കുന്നു. അവന്റെ ഏത് പ്രയോറിറ്റിയേക്കാൾ മുകളിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ വെക്കുന്നു. ഇതിനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും പുതിയ കാലത്ത് ഈ ലിബറൽ നെറേറ്റീവ് നമ്മുടെ അടുത്ത് പറയണത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത് ധരിച്ചിട്ട് മുസ്ലിങ്ങളായിക്കോളൂ, നിങ്ങളൊരു DJ പാർട്ടിക്ക് വന്ന് മുസ്ലിം ആയിക്കോളൂ, നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫാഷനൊക്കെ ഇല്ലാത്ത കാലത്ത് നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന രൂപത്തിൽ നമ്മളെ അതിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ വളരെ നിലനിൽക്കുന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പോ സെലിബ്രേഷൻ കൾച്ചർ എന്ന പേരിൽ നമ്മളൊക്കെ പോകുന്ന വിവാഹ വേദികളിൽ, നമ്മളൊക്കെ പങ്കെടുക്കുന്ന വ്യത്യസ്തമായ പരിപാടികളിൽ സെലിബ്രേഷൻ എന്ന പേരിൽ DJ പാട്ടും കൂത്തും നടക്കുമ്പോൾ അവിടെ ഡാൻസ് കളിക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ അത് എന്റെ ഇഷ്ടമാണ്, എന്റെ ചോയ്സ് ആണെന്ന് പറയുന്നു. നേരെ മറിച്ച് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന നമ്മൾ പറയാണ് ഇത് എന്റെ ചോയ്സ് ആണെന്ന് പറയുന്നു. അവിടെ ആക്ച്വലി നമ്മുടെ ചോയ്സിന്റെ ബാക്ക് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കമാൻഡ് ആണ് എന്ന് വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റാൻഡിന് ഒബ്ജക്റ്റീവായ ഒരു റിയാലിറ്റിയിലേക്ക് അത് എത്തുകയുള്ളൂ. അവിടെയാണ് മുസ്ലിം എന്ന പദത്തിന്റെ കൃത്യമായ വിവക്ഷ നമ്മൾ മനസ്സിലാക്കുന്നത്.